നമസ്തേ. തീ പാറുന്ന മലകളെ കൊണ്ട് നിറഞ്ഞതാണ് തിരുവെഴുത്ത്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും അനുസരണത്തിന്റെ വെളിച്ചമുള്ള മോറിയ മലയിൽ അത് തുടങ്ങുന്നു. ഉൾക്കാഴ്ചയുടെ കത്തുന്ന മുൾപ്പടർപ്പുള്ള ഹോറേബിലെത്തുന്നു. ഉടമ്പടിക്കുന്നിന്റെ ശോഭയോടെ സീനായി, സത്യസന്ധതയുടെ കൊടുമുടിയായ കർമ്മേൽ. ഇങ്ങനെ എത്ര നോമ്പിൽ കയറിപ്പോകേണ്ടത് ഇതിലൊക്കെ തന്നെയാണ്. അനുസരണത്തിന്റെയും ഉൾക്കാഴ്ചയുടെയും അച്ചടക്കത്തിന്റെയും വിശ്വസ്തതയുടെയും ഒക്കെ ചൈതന്യം കെട്ടുപോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ തീയിടാൻ നേരമായിരിക്കുന്നു സഖേ. തമ്പുരാൻ തീയിടാനാണ് വന്നതെന്ന് പറയുക മാത്രമല്ല, കുറെ മലകളെ കത്തിക്കുന്നുമുണ്ട്. സാത്താൻ ഉയർന്ന മലയിലേക്ക് അവനെ കൊണ്ടുപോയി. എന്നാലോ പ്രലോഭന മലയിൽ തിരുവചനത്തിന്റെ തീ വിതറി സാത്താനെ താൻ മുട്ടുകുത്തിക്കുന്നു. സത്യം വിളിച്ചു പറയാൻ ഒരു മലയിൽ കയറിയപ്പോൾ ചരിത്രം അതിനെ ഗിരിപ്രഭാഷണമെന്ന് വിളിച്ചു. താബോറിൽ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഒടുവിൽ അതിനെ വെളിച്ചത്തിന്റെ കുന്നാക്കി തീർത്തു. ഒലീവ് മലയിലാകട്ടെ തന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി വീണ ആ തോട്ടത്തിൽ ദൈവത്തോടുള്ള അനുസരണത്തെ വീണ്ടും മുളപ്പിച്ചു. കാൽവരിയെ തന്റെ മുറിവുകളുടെയും നൊമ്പരങ്ങളുടെയും രക്തം പകർന്ന സഹനശിഖയാക്കി തീർത്തു. ഇങ്ങനെ എത്രയെത്ര കനലുകൾ ചേർത്താണ് അവൻ നമുക്ക് പെസഹ ഒരുക്കിയത്. അവസാന അത്താഴമേശയിലും വലിയ പള്ളിയുടെ കുരിശിലും ഉദ്ധാനപ്പിറ്റേന്ന് തിബരിയൂസിന്റെ കടൽക്കരയിലും താൻ വിളമ്പുന്നത് തീക്കുന്നുകൾ കൂട്ടിയൊരുക്കിയൊരു ജീവിതത്തെ തന്നെയാണ്. ദൈവമേ, എന്റെ ഹൃദയം ഒരു ഇലയായി മാറി. അനുതാപത്തിൽ അതൊന്ന് വാട്ടിയെടുത്ത് തമ്പുരാൻ വെച്ചു നീട്ടുന്ന ഈ വഴിച്ചോറിൽ നിന്നൊരു വറ്റ് എന്റെ അവശേഷിക്കുന്ന യാത്രകൾക്ക് ഒരു പാഥേയമായി പൊതിഞ്ഞെടുക്കുവാൻ ഈ നോമ്പിലെങ്കിലും ആയിരുന്നെങ്കിൽ. പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ അനുദപിക്കില്ലെങ്കിൽ ഇതാ പർവ്വതങ്ങളും താഴ്വരകളും മലഞ്ചെരിവുകളും എന്നെ ചൊല്ലി വിലപിക്കും. കുന്നുകൾ ഏറ്റവും സങ്കടത്തോടെ കണ്ണുനീരൊഴുക്കി എന്നെക്കുറിച്ച് വിലപിക്കും. ആമേൻ. ആദരവോടെ സഖേർ.